ഒട്ടുമിക്ക പുരുഷന്മാരും അറിയാൻ വളരെയധികം താല്പര്യം കാണിക്കാറുള്ള ഒരു ചോദ്യമാണ് ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം അല്ലെങ്കിൽ സ്വയംഭോഗം എപ്പോഴാണ് അമിതമാകുന്നത് എന്നൊക്കെ. പക്ഷേ ഈ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ചോദിക്കാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യാത്തത് കൊണ്ടാണോ, അതോ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം കുറവായതുകൊണ്ടാണോ? നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളിലും വെച്ച് രതിസുഖത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു അവയവമുള്ള ഏക ജീവി സ്ത്രീയാണ് എന്നുള്ള വസ്തുത? പുരുഷന്റെ ലിംഗത്തിന് സന്താനോൽപാദനവും മൂത്രമൊഴിക്കുക എന്നൊക്കെയുള്ള വേറെയും 2 ദൗത്യം കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ക്രിസരി എന്ന് പറയുന്ന അവയവത്തിന്റെ ഏക ദൗത്യം എന്ന് പറയുന്നത് രതിസുഖം മാത്രമാണ്. ഒരു സ്ത്രീയുടെ യോനിക്ക് പുറത്ത് വൾവയ്ക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അവയവമാണ് ഈ ക്രിസരി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകളല്ലേ പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ സ്വയംഭോഗം ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കേണ്ടതുമൊക്കെ. പിന്നെ എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ രതിമൂർച്ചയുടെ സമയത്ത് ഒരു ശുക്ല വിസർജനം സംഭവിക്കാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ പല സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണ് ലൈംഗിക താല്പര്യമില്ലായ്മ. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം, ഉത്കണ്ഠ, പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, ആത്മവിശ്വാസമില്ലായ്മ, സ്വന്തം ശരീരത്തെപ്പറ്റി മോശമായിട്ടുള്ള ചിന്തകൾ, പഴയകാല ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ തന്നെ മോശമായിട്ടുള്ള ലൈംഗിക അനുഭവങ്ങൾ എന്ന് തുടങ്ങി പലതും. എന്നാൽ അധികമാരും പലപ്പോഴും സംസാരിക്കാത്ത ഒരു വിഷയമാണ് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യക്കുറവിന് സ്വയംഭോഗവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി. പലപ്പോഴും സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യത്തിൽ കുറവ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യാത്തതാണ്. അതായത് സ്ത്രീകൾ അവരുടെ ലൈംഗിക ആനന്ദത്തിന് ശ്രമിക്കാത്തത്. ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല, അതിന് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യവുമായിട്ടും നേരിട്ട് ബന്ധമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്വയംഭോഗം ചെയ്യാൻ മടി കാണിക്കുന്നത്? ഇതിനും പല കാരണങ്ങളുണ്ട്. ഇതിൽ ഒരു പ്രധാന കാരണം ശരീരശാസ്ത്രത്തിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. പുരുഷന്റെ ലിംഗത്തെ അപേക്ഷിച്ച് ഈ ക്രിസരി എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമല്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അങ്ങനെ ഒരു അവയവം അവരുടെ ശരീരത്തിൽ ഉണ്ടെന്നോ ഇനി ഉണ്ടെന്ന് മനസ്സിലായെങ്കിൽ തന്നെ അതെന്തിനാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. നേരെ മറിച്ച് പല ആൺകുട്ടികളും സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത് ചെറുപ്പത്തിൽ തന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവരുടെ ലിംഗത്തിൽ സ്പർശിക്കുകയും പിന്നീട് അതിൽ നിന്നൊരു സുഖം ലഭിക്കുമെന്ന് മനസ്സിലാകുകയും ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ്. പല ആൺകുട്ടികളും ഉറക്കം ഉണരുന്നത് തന്നെ ഉദ്ധരിച്ച ലിംഗവുമായിട്ടുമൊക്കെ ആയിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഈ ലിംഗത്തിൻ്റെ സവിശേഷതകൾ അവൻ്റെ കൺമുമ്പിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ലിംഗം പോലെ തന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അവയവമാണ് ക്രിസരിയും. പക്ഷേ ഇത് ലിംഗം പോലെ ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യമോ പ്രസക്തിയോ ഒന്നും പെൺകുട്ടികൾക്ക് മനസ്സിലാകാറില്ല. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ പോലെ സ്വയംഭോഗം ചെയ്യാനുള്ള ഒരു പ്രചോദനം അവർക്ക് പലപ്പോഴും ഉണ്ടാകാറുമില്ല. പഠനങ്ങൾ പ്രകാരം സ്ത്രീകൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നത് അവരുടെ സ്വന്തം ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പങ്കാളിയുമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്തുകയും വളരെ വേഗത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പങ്കാളി സ്വയംഭോഗം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസക്തിയെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ പലർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ള ഒരു ചോദ്യം, എത്ര തവണ സ്വയംഭോഗം ചെയ്യുന്നതാണ് ഉചിതം എന്നാണ്. ഇവിടെയും പുരുഷന്മാരുടെ സ്വയംഭോഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് അവരുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും പഠിത്തത്തെയും ബന്ധങ്ങളെയും ഒന്നും ബാധിക്കാത്ത തരത്തിൽ ചെയ്യുകയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. ഇനി സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളുണ്ട്. നമ്പർ 1, വ്യത്യസ്തമായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരേ രീതിയിലുള്ള സ്പർശനം മാത്രം ഉപയോഗിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം ആ ഒരു സ്പർശനത്തോട് മാത്രം പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയേക്കാം. ഇത് പിന്നീട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കിയേക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഇടയ്ക്ക് വിരലുകളും ഉപയോഗിക്കുക. വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ആ അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. നമ്പർ 2, സമയമെടുക്കുക.
ഇത് ഞാൻ ശീഘ്രസ്ഖലനം നേരിടുന്ന പല പുരുഷന്മാരോടും പറയാറുള്ള ഒരു കാര്യമാണ്. സമയമെടുത്ത് സ്വയംഭോഗം ചെയ്ത് പരിശീലിക്കുക. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങളുടെ വികാരങ്ങൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാനുമൊക്കെ സഹായിക്കും. കളിക്കളത്തിൽ നിങ്ങൾ എങ്ങനെയാണോ കളിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് വേണം പ്രാക്ടീസ് ചെയ്യുവാൻ. നിങ്ങളുടെ ലക്ഷ്യം 20 മിനിറ്റിനുള്ളിൽ രതിമൂർച്ചയിൽ എത്തുക എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാൻ. സ്ത്രീകളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വരുന്ന പലരും വളരെയധികം അറിയുവാൻ താല്പര്യം കാണിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പുരുഷന്മാർക്ക് ശുക്ലവിസർജനം രതിമൂർച്ചയുടെ സമയത്ത് സംഭവിക്കുന്നത് പോലെ സ്ത്രീകൾക്കും രതിമൂർച്ചയുടെ സമയത്ത് അങ്ങനെ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന്. ഇതിന് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഈ ഫീമെയിൽ ഇജാക്കുലേഷനും പോൺ സിനിമകളിൽ കാണിക്കുന്ന സ്ക്വിർട്ടിങ്ങും രണ്ടാണ്. ഈ സ്ക്വിർട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തെളിഞ്ഞ വെള്ളം മാതിരി ഒരു ദ്രാവകമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. നേരെ മറിച്ച് ഈ ഫീമെയിൽ ഇജാക്കുലേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ശുക്ലത്തിന് സമാനമായിട്ടുള്ള ഒരു ദ്രാവകമാണ്. ഈ ഫീമെയിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സ്ത്രീകളിൽ രതിമൂർച്ചയുടെ സമയത്ത് അവരുടെ മൂത്രനാളിക്ക് ചുറ്റുമുള്ള സ്കീൻസ് ഗ്ലാൻഡ് അഥവാ ഫീമെയിൽ പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥികളിൽ നിന്നും പാൽ നിറത്തിലുള്ള കട്ടി കൂടിയ ഒരു ദ്രാവകം വിസർജിക്കപ്പെടാറുണ്ട്. ഈ പുരുഷന്മാരുടെ ശുക്ലത്തിന്റെ അളവ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഫീമെയിൽ ഇജാക്കുലേറ്റും ഏകദേശം 1 ടീസ്പൂണോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ ഫീമെയിൽ ഇജാക്കുലേഷനും സ്ക്വിർട്ടിങ്ങും ഒക്കെ സാധാരണയായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്നത് ഈ ജി സ്പോട്ട് എന്ന് വിളിക്കുന്ന ജി സോണിൻ്റെയോ ക്ലിറ്ററിസിൻ്റെയോ ഒക്കെ ഉത്തേജനത്തിലൂടെ ഉണ്ടാകുന്ന രതിമൂർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഫീമെയിൽ ഇജാക്കുലേഷനോ സ്ക്വിർട്ടിങ്ങോ ഒന്നും എല്ലാ സ്ത്രീകളിലും ഉണ്ടാകാറില്ല എന്നുള്ള വസ്തുതയാണ്. പഠനങ്ങൾ പ്രകാരം 10 മുതൽ 50% വരെ സ്ത്രീകൾക്ക് ഇത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടാകാത്ത സ്ത്രീകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം സാധ്യമല്ല എന്നല്ല. ഇങ്ങനെ അനുഭവങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം സാധ്യമാണ്. വേറെ ചില സ്ത്രീകൾക്ക് ഇതൊട്ടും താല്പര്യമുള്ള വിഷയമായിക്കൊള്ളണമെന്നുമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ശരീരവും ലൈംഗിക താല്പര്യവും ഒക്കെ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ലൈംഗികത നിങ്ങളുടേത് മാത്രമാണ്. അത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. മാത്രവുമല്ല അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും ആത്മവിശ്വാസമുള്ള വ്യക്തികളായിട്ട് വളർന്നു വരുന്നതിലുമൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അതിൽ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തിക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു സത്യം കൂടിയാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox. Just sex, no shame.